Hello friends, good morning. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ എല്ലാവർക്കും? സ്ക്രീൻ എങ്ങനെയാണ്? സ്ക്രീൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പുതിയ ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 2-3 ക്ലാസ്സുകളായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും പുതിയ വല്ലവരും ഉണ്ടോ? പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തോമസ് എന്താണ് പറഞ്ഞത്? ഉണ്ടോ? ഓക്കെ. അപ്പോ വെൽക്കം, എല്ലാവർക്കും വെൽക്കം. അപ്പോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ച് വല്ല ട്രേഡൊക്കെ എടുത്തിരുന്നോ? ട്രേഡ് ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടോ ട്രേഡ് എടുക്കാൻ? ഇപ്പൊ നമ്മള് ക്ലാസ് ആഴ്ചയിൽ 2 ദിവസമാക്കി അല്ലെ? അപ്പൊ ബാക്കിയുള്ള 3 ദിവസം നിങ്ങൾ ട്രേഡ് ചെയ്യണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചെയ്യുന്നുണ്ടോ എല്ലാവരും? ഒരാളെ ചെയ്യുന്നുള്ളൂ? ആരൊക്കെ ട്രേഡ് ചെയ്യുന്നുണ്ട്? ഒന്ന് കൈപൊക്കാവോ? പേപ്പർ ട്രേഡ് ആയാലും കുഴപ്പമില്ല, പൈസ ഇട്ടുള്ള ട്രേഡ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ട്രേഡ്. പേപ്പർ ട്രേഡിന്റെ ഒരു വീഡിയോ സാറേ, പേപ്പർ ട്രേഡ് എടുക്കുന്ന ഒരു വീഡിയോ ഇട്ട് തരാന്ന് പറഞ്ഞിട്ട് സാറ് ഒരു തന്നില്ലായിരുന്നു. ഫ്രണ്ട് പേജിന്റെ ആണോ? അതെ, ഫ്രണ്ട് പേജിൽ കൂടെ നമ്മൾ പേപ്പർ അയച്ചു തന്നിരുന്നില്ലേ? നമ്മളെ ജോയിൽ അയച്ചു തരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ഒന്ന് സംസാരിക്കാം, ഇന്ന് തന്നെ ഗ്രൂപ്പിൽ ഇടാൻ നോക്കാട്ടോ. നമുക്കൊന്ന് ഇതിലായിട്ടും ട്രേഡ് എടുക്കാൻ തുടങ്ങിയില്ല സാറേ, എന്നാലും പേപ്പർ ട്രേഡ് കുറച്ച് നാൾ എടുത്തിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. പേപ്പർ ട്രേഡിന്റെ പേജ് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തോ, ഇപ്പൊ തന്നെ കൈയോടെ ഓപ്പൺ ചെയ്തോ. അത് നമ്മള് ചെറോദ അല്ലെങ്കിൽ ഈ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസിയാണ്. അതായത് അതിൽ പല ഓർഡർ ടൈപ്സുകളൊന്നും ഇല്ല. നമ്മൾ വെറുതെ മാർക്കറ്റ് ഓർഡറിന് എൻ്റർ ചെയ്യണ പോലെ എൻ്റർ ചെയ്താൽ മതി. ജസ്റ്റ് എല്ലാവരും ആ പേപ്പർ ട്രേഡിങ്ങിന്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്തോ. ഞാൻ കൈയോടെ അത് പറഞ്ഞുതരാം. സാറേ, ആപ്പിന്റെ പേരെന്താ സാറേ? ആപ്പിന്റെ പേര് ഫ്രണ്ട് പേജ് FRONTPAGE. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം ഫ്രണ്ട് പേജ്. അത് നമ്മൾ സാധാരണ ഫസ്റ്റ് സ്റ്റോക്ക് യൂസ് ചെയ്യണ പോലെ തന്നെയാണ്. അതായത് സാധാരണ ഒരു ബ്രോക്കറിന്റെ പാനൽ യൂസ് ചെയ്യണ അതുപോലെ തന്നെ ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻഡെക്സ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്യുക, അത് ആഡ് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈ ഓർ സെല്ല് കാണിക്കും. ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യാം, സെല് ചെയ്യണമെങ്കിൽ സെല് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റ് സ്റ്റോക്ക് ചെയ്ത പോലൊക്കെ തന്നെയാണ്. മാർക്കറ്റ് ഓർഡർ മാത്രമേ ഉള്ളൂ അതിൽ ബേസിക് ആയിട്ട് ഒരു ഓർഡർ ടൈപ്പ് ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് ഇപ്പോ നിലവിലുള്ള പ്രൈസിന്റെ മുകളിൽ നിന്ന് വാങ്ങാനും താഴെ നിന്ന് വാങ്ങാനും, മുകളിൽ നിന്ന് സെല് ചെയ്യാനും താഴെ നിന്ന് സെല് ചെയ്യാനും ഒക്കെ ഒരു ഓപ്ഷൻ തന്നെ ഉള്ളൂ. അപ്പൊ കൺഫ്യൂഷൻ ഒട്ടും ഇല്ല. ഓക്കെ, നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തോ എല്ലാവരും? ആപ്പ് ഓപ്പൺ ചെയ്തില്ലേ? അപ്പൊ ഈ ആപ്പില് ഏറ്റവും താഴെ നമുക്ക് 4 പേജസ് ആണ് കാണാം. ക്ലബ്സ്, വാച്ച് ലിസ്റ്റ്, ട്രേഡ് ലാബ്, ന്യൂസ് എന്ന് പറഞ്ഞ് 4 സെപ്പറേറ്റ് പേജുകൾ താഴെ കാണാം. അതിൽ നമുക്ക് വേണ്ട ഒരു ആപ്പ് എന്ന് പറയുന്നത് ട്രേഡ് ലാബ് എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ട്രേഡ് ലാബ്. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇത് ഡൗൺലോഡ് ആകുന്നില്ല സാറേ. കുഴപ്പമില്ല സാർ, അത് എല്ലാം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക. എന്നാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഓക്കെ, എല്ലാവരും ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ഒക്കെ ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കാവുന്ന കാര്യമുള്ളൂ അത്. ഓൾ റൈറ്റ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് കണ്ടത് ഓർക്കുന്നുണ്ട് ആരെങ്കിലും? പുതിയതായിട്ടൊരു കാര്യം പഠിച്ചു. എന്താണ്?
കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവര് ഓർക്കുന്നുണ്ടോ? ഈ ക്ലാസ്സിൽ കൂടുതൽ നമ്പേഴ്സ് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടാ. ഒരുപാട് പുതിയ ആൾക്കാർ ഇതിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഏത് ബാച്ചസിലുള്ള ആൾക്കാരാണ് പുതിയ ആൾക്കാർ ജോയിൻ ചെയ്തത്? ഏത് ബാച്ചിലെയാണ്? സാറേ 93. 93. ഓക്കെ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞതല്ലേ? ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതല്ലേ? അതെ അതെ അതെ. 94ലും 95ലുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. 92. ഓക്കെ. 94ലും 95ലും ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്ഷൻസ് ആൻഡ് ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒരു പുതിയ ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ട്? എന്താണ്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്? ആർക്കും ഓർമ്മയില്ല? നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പോയി ചെയ്തു നോക്കാറില്ലേ അപ്പോ? ഓക്കെ. നമ്മൾ FIIDI ഡാറ്റ എടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലെ? ഓർമ്മ വരുന്നുണ്ടോ? FIIDI ഡാറ്റ എവിടെയാണ് നമ്മളത് നോക്കുക? എവിടെ പോയാൽ അത് കാണാൻ പറ്റുക? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ChatGPT ചോദിച്ചാൽ അറിയാൻ പറ്റും. ChatGPT ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും മിസ്റ്റേക്ക് വരാറുണ്ട്. FIIDI ഡാറ്റ ChatGPT അത്ര അങ്ങോട്ട് ഉഷാറല്ല. സെൻസിബിൾ അല്ലെ? അപ്പൊ നമുക്കത് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ അത് പോയി ചെയ്തു നോക്കുക, അല്ലെങ്കിൽ മറന്നു പോകും. ഓക്കെ. അപ്പോ നമ്മള് സെൻസിബിളിൽ എടുത്തു. അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ടേക്കണതാണ്, എങ്ങനെയാണ് സെൻസിബിളിൽ ഇന്റഗ്രേറ്റ് ചെയ്യണ, ലോഗിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ അല്ലെ? അപ്പൊ അതിലിവിടെ നമ്മൾ സാധാരണ ട്രേഡിൽ പോയിട്ട് സ്ട്രാറ്റജി ബിൽഡറിലാണ് പോവാറ്. നമ്മൾ ഓപ്ഷൻ ബൈങ്ങിന് സെല്ലിങ്ങിനൊക്കെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ അനലൈസിലാണ് നമുക്ക് പോകേണ്ടത്, FIIDI ഡാറ്റ എടുക്കുന്നത് അല്ലെ? അപ്പൊ സെക്കൻഡ് പേജിൽ അനലൈസിൽ പോയാൽ FIIDI ഡാറ്റ കാണാം. ഓക്കെ. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടോ? എന്തോ? ഇതിന്റെ റെക്കോർഡ് ക്ലാസ് കാണോ? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനത് കഴിഞ്ഞ ട്രേഡിംഗ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പൊ ഞാൻ ട്രേഡിംഗ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്കാണ് ഇടുക. കാരണം ഇതിൽ പല ബാച്ചസിലുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ആ ഗ്രൂപ്പിലാണ് നോക്കേണ്ടത്. നിങ്ങളുടെ ബാച്ച് നമ്പർ വെച്ചിട്ടുള്ള ഗ്രൂപ്പിൽ നോക്കണ്ട, ട്രേഡിംഗ് ഒഫീഷ്യൽ. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമുക്ക് FIIDI ഡാറ്റ കാണാൻ പറ്റുക. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോ നമുക്ക് FIIDI ഡാറ്റ പ്രസക്തമായിട്ട് ഇതിൽ കാണിക്കുന്നില്ല. ഇൻഡിസിസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത പോലെയാണ്. അതായത് വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കാം. ദെൻ ഇതിലിപ്പോ ആകെക്കൂടി നമുക്ക് കാണാൻ പറ്റുന്നത് പ്രോസുകൾ മീഡിയം ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഡാറ്റ ടെമ്പററിലി അവൈലബിൾ അല്ല. അത് പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് വരാറുണ്ട്. ഡാറ്റയിൽ മൈന്യൂട്ട് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും സെൻസിബിളിൽ നടക്കുമ്പോൾ വരാറുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത് നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോ ഇത് ചിലപ്പോ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റ കാണിക്കുന്നുണ്ട് ഇവിടെ, പക്ഷെ ഇതൊരു ടോട്ടൽ ഡാറ്റയാണ് കാണാത്തത്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെയാണ് റീഡ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പിൽ കാണാം FIIസും പ്രോസും ക്ലയന്റും, ഈ മൂന്നെണ്ണമാണ് ടിക്കറ്റ് ഉണ്ടാവുക. അതായത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഡാറ്റ നമ്മൾ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എല്ലാവരും കൂടുതലും എന്താ പറയുക, ലോങ് ടേമിലേക്കാണ് ട്രേഡ് ചെയ്യുന്നത് അല്ലെ? സ്റ്റോക്സുകൾ ബൈ ചെയ്യുന്നതും നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒക്കെ ഇടുകയാണെങ്കിൽ തന്നെ അത് ലോങ് ടൈമിലേക്ക് സ്വിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. കൂടുതലും ഷോർട്ട് ടൈമിൽ ചെയ്യുന്നത് FIIസും പ്രോസും ക്ലയൻസും ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മൂന്നെണ്ണം അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് അതേ ഓർഡറിൽ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്, FIIസ്, പ്രോസ്, ക്ലയൻസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആർക്കാണ്? നമ്മൾ ഷോർട്ട് ടൈം വ്യൂവിൽ ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിൽ ആർക്കാണ്? FIIs അല്ലെ? അപ്പൊ നമുക്ക് FIIs നോക്കാം. FIIs എങ്ങനെയാണ് ഇപ്പോ കാണിക്കുന്നത്? നിഫ്റ്റിയിൽ സ്ട്രോങ് ബുള്ളിഷ് ആണ് കാണിക്കുന്നത് അല്ലെ? ഇതെന്താണെന്ന് അറിയില്ല. ഇത് ചിലപ്പോൾ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടൊക്കെ ആയിരിക്കാം ഈ ടോട്ടൽ ഡാറ്റ കാണാത്ത. അല്ലെങ്കിൽ ഇവിടെ സമ്മറി കാണാം, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. മിഡ് ക്യാപ്പ് നിഫ്റ്റിയും നിഫ്റ്റി നെക്സ്റ്റ് 50 ഒക്കെ മൈൽഡ്ലി ബയറിഷ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിഫ്റ്റി തന്നെയാണ് അല്ലെ? നിഫ്റ്റിയിൽ സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡാറ്റ ചേഞ്ച് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. OI -2.41
ലാക്സ്. അപ്പൊ അത്രയും സെല്ലിങ് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി പ്രോസ് നോക്കാം. പ്രോസ് ഇൻഡെക്സ് ഓപ്ഷൻസ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് അല്ലെ. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിന്റെ ഡാറ്റ കിട്ടുന്നില്ല. ഇൻഡെക്സ് ഓപ്ഷൻസ് മീഡിയം ബുള്ളിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി ക്ലയന്റിന്റെ ഡാറ്റ, ഇൻഡെക്സ് ഓപ്ഷൻസ് ഡാറ്റ കിട്ടുന്നില്ല. അതാണ് പല ഡാറ്റാസ് മിസ്സിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ക്ലയന്റിന്റെ ഡാറ്റയും കൂടി ഇവിടെ കാണിക്കേണ്ടതാണ്. അപ്പൊ ക്ലയന്റിന്റെ ഡാറ്റ എങ്ങനെയായിരിക്കണം ഇന്ന് നമുക്ക് നിഫ്റ്റി ബുള്ളിഷ് ആണെന്ന് ഉറപ്പിക്കാൻ? ഇതെല്ലാം മൊബൈലിൽ ഇങ്ങനെ കാണാൻ പറ്റുമോ? എന്തോ? ഇത് ഇന്നത്തെ കറണ്ട് ഡേറ്റയാണ്, അത് ഇന്നലത്തെയാണോ? ഇന്നത്തെ ഡാറ്റയാണ്, കറണ്ട് ഡാറ്റയാണ്. ഓക്കെ. അതെ. സാറേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും കാണാൻ പറ്റുമോ നമുക്ക്? എന്തോ? സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടും കാണാൻ പറ്റുമോ? സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റില്ല. നമുക്ക് കൂടുതലും നമ്മൾ നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവരാണ് ഇത് നോക്കാറ്, ഇൻഡെക്സുകൾ ട്രേഡ് ചെയ്യുന്നവരാണ് ഇത് നോക്കാറ്. എസ്പെഷ്യലി ഇൻഡെക്സിന്റെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ആണ് നോക്കാറ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഇപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ക്ലയന്റിന്റെ ഡാറ്റ ഇവിടെ കാണുന്നില്ല. നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, ക്ലയന്റിന്റെ ഡാറ്റ FIയുടെ ഡാറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെ ബുള്ളിഷ് എന്ന് പറയുന്നത്, എസ്പെഷ്യലി നിഫ്റ്റിയിൽ സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറയുമ്പോൾ ഇവിടെയും ബുള്ളിഷ് ആണെങ്കിൽ നമുക്കതൊരു ഇൻവാലിഡ് ഡാറ്റയാണ്, അതൊരു മിക്സഡ് വ്യൂ ആണ് തരുന്നത്. പക്ഷെ നേരെ മറിച്ച് ക്ലയന്റിന്റെ ഡാറ്റ സ്ട്രോങ്ലി ബെയറിഷ് ആണെങ്കിലാണ് അത് നല്ലൊരു വ്യൂ ആവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നിഫ്റ്റിയുടെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലൂ ആണ് FIDA ഡാറ്റ തരുന്നത്, അല്ലെ? സാറേ ക്ലയന്റ് ഡാറ്റ എന്ന് പറയുന്ന മനസ്സിലായില്ല. ക്ലയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പൈസക്ക് ചെയ്യുന്ന ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ആണ്. FIIs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോറിനിൽ നിന്നിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. DIs എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പ്രോസ് എന്ന് പറയുന്നത് ബേസിക്കലി ബ്രോക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലയന്റ് പ്രോസ് FIAയുടെ വ്യൂ ആണ് പലപ്പോഴും ശരിയായിട്ട് കാണുന്നത്. അപ്പൊ വളരെ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മളൊരു ബാക്ക് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ FIIസിന്റെ വ്യൂ ആണ് പലപ്പോഴും അത് ശരിയായിട്ട് കാണുന്നത്. അതായത് FIIs ബുള്ളിഷ് ആവുന്ന ദിവസങ്ങളിൽ ആണ് കൂടുതലും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് കണ്ടുവരുന്നത്. ക്ലയന്റിന് ഒരു ഉദാഹരണം പറയാം. എന്താണ് ക്ലയന്റിന് ഒരു ഉദാഹരണം പറയാം? ക്ലയന്റ് അതായത് $1 ബില്യൺ മുകളിലേക്കുള്ള പൈസയ്ക്കൊക്കെ ട്രേഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, നമ്മളെ പോലുള്ള ആൾക്കാർ തന്നെ കൂടുതൽ പൈസയ്ക്ക് ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് ക്ലയന്റ്. കമ്പനി അല്ലല്ലോ, LIC പോലെ അങ്ങനൊന്നും അല്ലല്ലോ. അല്ല, LIC ഒക്കെ നമ്മുടെ DISലാണ് പെടുക. അത് നമ്മൾ കൂട്ടിയിട്ടേ ഇല്ലേ അതില്. കണ്ടോ ഇവിടെ അൺചെക്ക് ചെയ്ത് വെച്ചേക്കണോ DIS. അപ്പോൾ DISന്റെ ഡാറ്റ നമ്മൾ ഇതിൽ നോക്കാറില്ല. കാരണം DIS ഒന്നും നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യാറില്ല, വളരെ ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാറില്ല. അത് ETFs ഒക്കെയാണ് ചെയ്യാറ്. അതായത് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചിലപ്പോൾ നിഫ്റ്റിയിൽ ഒരു ചെറിയ പങ്ക് ഉണ്ടാവാം, മ്യൂച്വൽ ഫണ്ട്സിലും LICയിലൊക്കെ. പക്ഷെ അതൊക്കെ ലോങ് ടൈം ആണ്, ഒരിക്കലും ഷോർട്ട് ടൈം ആയിട്ട് ട്രേഡ് ചെയ്യാറില്ല. കൂടുതലും ഷോർട്ട് ടൈമിലുള്ള വ്യൂസ് എടുക്കുന്നവരും പൊസിഷൻസ് എടുക്കുന്നവരൊക്കെ FIIs ആണ്. DISും FIIസും ഉണ്ട്, ക്ലയൻസും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് റീഡ് ചെയ്യേണ്ട ഒരു ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പോയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് FIയുടെ ഡാറ്റയും ക്ലയന്റിന്റെ ഡാറ്റയും ഓപ്പോസിറ്റ് ആണെങ്കിൽ, കോൺട്രറി മോഷൻ ആണെങ്കിൽ അത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു വ്യൂ തരുന്നു. ഇനി രണ്ട് സിമിലർ ആണെങ്കിൽ നമുക്കിതൊരു മിക്സഡ് വ്യൂ ആണ്. അപ്പൊ നമുക്ക് ക്ലയന്റിന്റെ ഡാറ്റയും കൂടി കാണാൻ പറ്റിയ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഇതിനെ സ്ഥിരീകരിക്കായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ നിലവിലുള്ളൊരു ഡാറ്റ വെച്ചിട്ട് നിഫ്റ്റി പോസിറ്റീവ് ആണ്, കാരണം സ്ട്രോങ് ബുള്ളിഷ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ മാക്സിമം ടാബ് ഇവിടെ എത്തിയിട്ടുണ്ട്, എക്സ്ട്രീം ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ട് നിഫ്റ്റിനെ ഒരിക്കലും അനലൈസ് ചെയ്യരുത്. ചാർട്ട് അനാലിസിസ് വേണം, FIDI ഡാറ്റ വേണം, ഗ്ലോബൽ മാർക്കറ്റ്സ് വേണം, നമ്മൾ പഠിച്ചത് വെച്ചിട്ട് ഇന്ത്യ വിക്സ് വേണം, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്തത്. അപ്പോ ഗ്ലോബൽ മാർക്കറ്റ് ഏതൊക്കെയാണ്? ഗ്ലോബൽ മാർക്കറ്റ് നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? ഗ്ലോബൽ മാർക്കറ്റ് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. അതായത് അമേരിക്കൻ മാർക്കറ്റ് മാത്രം കുറച്ച് സ്ലൈറ്റ്ലി പോസിറ്റീവ് ഉള്ളൂ, ബാക്കിയെല്ലാം നെഗറ്റീവ് ആണ്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റ് വളരെ നെഗറ്റീവ് ആണ്. ഇനി ഇന്ത്യ വിക്സും എടുത്ത് നോക്കാം. അപ്പൊ ഇതെല്ലാം ഓർത്തിട്ടാണ് നമ്മളൊരു പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യേണ്ടത്. ഇന്ത്യ വിക്സ് നമ്മൾ എത്ര ദിവസമാണ് നോക്കുക?
ഇന്ത്യ വിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ എത്ര ദിവസത്തെയാണ് നമ്മൾ നോക്കുക? ഒരു ദിവസത്തെയാണോ, 5 ദിവസത്തെയാണോ, ഒരു മാസത്തെയാണോ? 5 days. എത്രയാണ്? 5. 5 days അല്ലെ. അപ്പൊ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാർക്ക് 5 days ആണ് നല്ലത്. ഇന്ത്യ വിക്സ് ഇപ്പൊ എങ്ങനെയാണ് കിടക്കുന്നത്? ഏകദേശം 11.79. അതായത് മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നാണ് പറയാം. അപ്പൊ എപ്പോഴും നമ്മൾ 14 താഴെയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ്, 14 മേലെയാണെങ്കിൽ ബെയറിഷ്. അതും ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ പ്രീവിയസ് ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യ വിക്സ് പോണേന്ന് നോക്കണം. അതായത് പ്രീവിയസ് ഡേയ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ വിക്സ് വളരെ കാം ഡൗൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് തരുന്നത് ഒരു പോസിറ്റീവ് സിഗ്നലാണ്. ഇനി അവസാനം നമുക്ക് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ ആദ്യം തന്നെ ഡേ ചാർട്ട് നോക്കാം. ഡേ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇന്നലെ എക്സ്ട്രീം പോസിറ്റീവ് ആയിരുന്നു, ഇന്ന് സ്ലൈറ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും, അതായത് ഓപ്പൺ ചെയ്തിട്ടും ആദ്യത്തെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ തൊട്ട് മേലെ ഇവിടെ ബിഗ് റെസിസ്റ്റൻസ് ഉണ്ട്, അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ആയിട്ടുള്ള 3-4 ദിവസം നമ്മൾ എടുക്കാൻ പറയുന്ന റുട്ടീൻ ചെക്കപ്പ് അനുസരിച്ച്, പക്ഷെ നമുക്ക് കുറച്ച് നാൾ മുമ്പുള്ളതാണെങ്കിലും ഇതുപോലെ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ലെവലുകൾ, അതായത് നല്ലൊരു സപ്ലൈ സോൺ ആണ് അല്ലെ. ഇവിടെ നിന്നാണ് മാർക്കറ്റ് വലിയൊരു വീഴ്ച വീണത് അല്ലെ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാവുന്ന റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് നമ്മൾ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 3-4 ദിവസത്തെ ഹൈസ് ആൻഡ് ലോസ്, അതിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നതിന് തൊട്ടടുത്തുള്ളത് മാത്രം നമ്മളൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഇന്നലത്തെ ഹൈയും അതിൽ ഉൾപ്പെടുത്താം. 1 അവറിലേക്ക് 30 മിനിറ്റ്സിലേക്ക് വരുന്നു. നമുക്ക് ഇതിൽ നേരത്തെ വ്യൂവിൽ കാണാൻ പറ്റാതെ പോയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മളൊരു ബോക്സ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അത് താഴെ ചെയ്തുകൊണ്ട് നമ്മൾ സപ്പോർട്ടായിട്ട് വരയ്ക്കുന്നു. അപ്പോ ഇപ്പൊ ഓൾറെഡി നമുക്ക് സെല് ചെയ്യാൻ പറ്റിയ ഒരു പോയിന്റിലാണ് നിൽക്കുന്നത് അല്ലെ. ഇതിപ്പോ 1 അവർ ചാർട്ടാണ്. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർമാർക്ക് ഒന്ന് ആഡ് ചെയ്യാം. ജസ്റ്റ് നോക്കി വെക്കുക. നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂവിൽ വാട്ടർമാർക്ക് ഇല്ലെങ്കിൽ സെറ്റിംഗ്സിൽ പോയാൽ ഈ ക്യാൻവാസിന്റെ ഉള്ളിൽ പോയാൽ ഇവിടെ കിടക്കണ്ടാവും വാട്ടർമാർക്ക്. ടിക്കറും ഇന്റർവെല്ലും ഡിസ്ക്രിപ്ഷനും ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നിഫ്റ്റി 1 അവർ. ഓക്കെ, ഇനി നമുക്ക് 5 മിനിറ്റ്സിലേക്ക് വരാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പൊ ഇപ്പോ ഓൾറെഡി ഒരു നല്ല റെസിസ്റ്റൻസിൽ, പ്രീവിയസ് റെസിസ്റ്റൻസിൽ ഓൾറെഡി ഇന്നൊരു ഫോള് വന്നിട്ടുണ്ട് അല്ലെ. അത് പക്ഷെ വീണ്ടും റിക്കവറായി തിരിച്ചിവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കാണാൻ പറ്റുന്നത് ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാം. പക്ഷെ എപ്പോഴും നമ്മൾ കാണേണ്ട ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നേരെ ഇങ്ങനെ വന്ന് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ചാടിക്കയറി വാങ്ങരുത്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കൺസോൾഡേറ്റ് ചെയ്ത് 1-2 പ്രാവശ്യമെങ്കിലും ഒന്ന് താഴത്തേക്ക് വീണിട്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സൂപ്പർ സ്ട്രോങ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ഹൈ തന്നെ നമുക്ക് ഒരു നല്ല റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് ഒരു സോൺ ആയിട്ട് വരയ്ക്കാം. കാരണം അത് പഴയൊരു ഹൈയുമായിട്ട് അലൈൻഡ് ആണ്. ആ മുമ്പ് ഒരു ഹൈ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് പതുങ്ങിയത് അല്ലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ FIDI ഡാറ്റ ഇതും വളരെ ചേർന്നാണ് ഒരു മെസ്സേജ് നമുക്ക് തരുന്നത്. ആ കൂടി ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചൈനീസ് മാർക്കറ്റും ഹോങ്കോങ് മാർക്കറ്റും ഒക്കെ കുറച്ച് നെഗറ്റീവാണ്. എസ്പെഷ്യലി നമ്മളുടെ നെയ്ക്കിയും അതുപോലെ തന്നെ ചൈന മാർക്കറ്റും ജപ്പാൻ മാർക്കറ്റും നെഗറ്റീവാണ്. ഹോങ്കോങ് മാർക്കറ്റ് ന്യൂട്രൽ ആണെന്ന് പറയാം. ഇത് ഈ വാല്യൂസിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട, ന്യൂട്രൽ ആണ്. അപ്പൊ ഈ ഒരു ഗ്ലോബൽ മാർക്കറ്റ് മാത്രം അത്ര, എസ്പെഷ്യലി ഏഷ്യൻ മാർക്കറ്റ് മാത്രം അത്ര അങ്ങോട്ട് ശുഭകരമല്ല അല്ലെ. അപ്പൊ അതിന്റെ സെപ്പറേറ്റ് വ്യൂസുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെമ്പററി പുൾ ബാക്ക് ആണെങ്കിലോ, അപ്പൊ നമുക്ക് അതിന്റെ സെപ്പറേറ്റ് വ്യൂസുകൾ എടുത്ത് നോക്കാം. ഇതിപ്പോ നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ അത് ബെയറിഷ് ആണെങ്കിലും ഇവിടെ നിന്ന് മാർക്കറ്റ് ടേൺ ചെയ്യാനുള്ള സാധ്യതയിലാണ് ഇപ്പൊ കാണുന്നത്. നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലെ. അപ്പോ ഈ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അത് മാക്സിമം ഫോളോ ചെയ്ത് നല്ലൊരു സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ബെയറിഷ് ആണ്, കുറച്ച് ദിവസങ്ങളായിട്ട് ഓൾമോസ്റ്റ് ബെയറിഷ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിക്സും നമ്മുടെ FIDI ഡാറ്റയും നിഫ്റ്റിയും പറയുന്നത് എന്താണ്? മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആണെന്നുള്ളതാണ് അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കൂട്ടി വായിക്കേണ്ടത്. നമ്മൾ തിരിച്ച് നിഫ്റ്റിയിലേക്ക് വന്ന് ഓക്കെ. അപ്പൊ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഉടനെ തന്നെ നമുക്ക് സംഭവിച്ചേക്കാം. ഒരു 10:15 ശേഷം ഇത് ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ഇപ്പൊ ഇവിടുന്ന് സെല്ല് ചെയ്യണേലും കുഴപ്പമൊന്നുമില്ല, സെല്ല് ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷെ വലിയ റാലി കിട്ടാനില്ല. നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ ഒഴുക്കിന് എതിരെയാണ് നീന്തുന്നത്.
കാരണം എന്താ, മാർക്കറ്റ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഇത് നന്നായിട്ട് ഡീപ്പായിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമം. അത് കഴിഞ്ഞ് വീണ്ടും ഹയർ ഹൈ, അങ്ങനെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ ആയിട്ട് ഒരു അപ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ തന്നെ വലിയൊരു റിസ്ക് റിവാർഡൊന്നും പ്രതീക്ഷിക്കേണ്ട. ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒരു 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിലൊക്കെ ഇതുപോലെ ഒരു ഷോർട്ടിങ് വേണമെങ്കിൽ ഇവിടെ നിന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ മേലെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 1-2 ടാർഗറ്റ് വെച്ചിട്ട് ഒരു ട്രേഡൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാവുന്നതാണ്. അപ്പൊ അത് അത്ര സേഫ് ട്രേഡ് അല്ല, അത് ഒഴുക്കിനെതിരുള്ള കളിയാണ്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറവ് ടാർഗറ്റ് എടുത്ത് അവസാനിപ്പിക്കുക. ഇനി നമ്മൾ മെയിൻ ട്രേഡ് എന്ന് പറയുന്നത് ഇത് കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്താലാണ്. ഓക്കെ അല്ലേ? ഇനിയിപ്പോ നമുക്ക് താഴ്ത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട് അല്ലെ? താഴ്ത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നല്ലൊരു ഫ്ലിപ്പ് സോൺ ഉണ്ട്. ഒരിക്കൽ മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയ സ്ഥലം, 1-2 പ്രാവശ്യം റെസിസ്റ്റൻസ് ആയ സ്ഥലം, ഇവിടെ സപ്പോർട്ട് ആയിട്ടുള്ള സ്ഥലം. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് 5 മിനിറ്റിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, മറ്റേത് 1 അവറിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അല്ലെ? താഴെയുള്ളത് ഇതും ഒരു ഫ്ലിപ്പ് സോൺ. എന്താണ് പറഞ്ഞത് സാറേ? നിഫ്റ്റിയുടെ മൂവ്മെന്റും സ്ട്രൈക്കുകളുടെ മൂവ്മെന്റും സെയിം ആയിരിക്കുമോ, സിമിലർ ആയിരിക്കുമോ? ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറയാമോ? നിഫ്റ്റിയുടെ മൂവ്മെന്റും സ്ട്രൈക്കുകളുടെ മൂവ്മെന്റും സിമിലർ ആയിരിക്കുമോ? അല്ലല്ലോ. സ്ട്രൈക്ക് ഏത് സ്ട്രൈക്കാണ് ഉദ്ദേശിക്കുന്നത്? ATM ആണോ, OTM ആണോ, ITM ആണോ? സ്ട്രൈക്സ് പല സ്ട്രൈക്ക് ഉണ്ടല്ലോ. ATM ATM നമ്മള് ഡെൽറ്റ ഗാമയൊക്കെ പഠിച്ചിരുന്നില്ലേ? അതിൽ ഡെൽറ്റ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. ഡെൽറ്റ 0.5 ATM-ല്. അതായത് നിഫ്റ്റി 100 പോയിന്റ് അതൊന്നും പഠിച്ചില്ല സാറേ. പഠിച്ചിട്ടില്ലേ? ഇല്ല. 92-93 ബാച്ചസിൽ ഡെൽറ്റ ഗാമ ഒന്നും പഠിച്ചിട്ടില്ല? ഓക്കെ, 93 അതൊന്നും പറഞ്ഞില്ല. ഇല്ല, പറഞ്ഞില്ല. ആണല്ലേ? ഓക്കെ, ഞാനത് ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് കാണാം. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഡെൽറ്റ എന്ന് പറയുന്നത് നിഫ്റ്റി എത്ര മൂവ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്ട്രൈക്ക് എത്ര മൂവ് ചെയ്യുന്നുള്ളതിന്റെ ഒരു മാനദണ്ഡമാണ് ഡെൽറ്റ. അപ്പൊ അത് ATMs-ല് പകുതി ഡെൽറ്റ എന്നാണ് പറയാ. അതായത് 0.5 അല്ലെങ്കിൽ 50%. അതായത് ഫോർ എക്സാമ്പിൾ 24,000-ൽ നിന്ന് 24,100-ലേക്ക് നിഫ്റ്റി പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മളുടെ പ്രീമിയം ഒരു 200 രൂപ വിലയുള്ള നമ്മളുടെ ATM പ്രീമിയം എത്രയാവും? അതിന്റെ പകുതി കയറും എന്നാണ് പറയാം. അതായത് 200 രൂപ 250 രൂപയാവും. മനസ്സിലായോ? അതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഇൻ ഷോർട്ട്, ബൈ ഡെഫിനിഷൻ, അണ്ടർലൈൻ എത്ര കയറുമ്പോൾ നമ്മളുടെ സ്ട്രൈക്കിന്റെ പ്രീമിയം അല്ലെങ്കിൽ നമ്മളുടെ ഓപ്ഷന്റെ പ്രീമിയം എത്ര കയറും എന്നുള്ളത് നമ്മൾക്ക് കാണിച്ചു തരുന്ന ഒരു വാല്യൂ ആണ് ഡെൽറ്റ. ഓക്കെ, അപ്പൊ അത് ATM ആണ്. നമ്മളിപ്പോ ബിഗിനേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ATM-ൽ ട്രേഡ് ചെയ്യാനാണ് പറയുന്നത്. ATM-ൽ ട്രേഡ് ചെയ്യുന്നതിന്റെ കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങളോട് വേറൊരാള് പുറത്തുനിന്ന് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ATM-ൽ ട്രേഡ് ചെയ്യുന്നത്? വൈ ഡോണ്ട് OTM, വൈ ഡോണ്ട് ITM? നിങ്ങൾ എന്തായാലും കാരണം പറയും? പ്രൈസ് ഡിഫറൻസ്. സ്പ്രെഡ് കുറവായിരിക്കും. സ്പ്രെഡ് ഡിഫറൻസ്. സ്പ്രെഡ് കറക്റ്റ്. സ്പ്രെഡ് ഞാൻ ക്ലിയർ ആയില്ല. ഓക്കെ, സ്പ്രെഡ് വളരെ കുറവായിരിക്കും അല്ലെ? എന്തുകൊണ്ടാണ് സ്പ്രെഡ് വളരെ കുറയുന്നത് ATM-ല്? സെല് ചെയ്യുമ്പോൾ ബൈ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം സെയിം അതുപോലെ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും. യെസ്, പെർഫെക്റ്റ്. ലിക്വിഡിറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത് ATM-ലാണ്. അതുകൊണ്ട് അല്ല നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നതുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് വാങ്ങുന്ന ആളും വെക്കുന്ന ആളും തമ്മിലുള്ള വില വ്യത്യാസം വളരെ കുറവാണ്. അതായത് നമ്മളൊരു ട്രേഡ് എടുക്കുമ്പോൾ അങ്ങനെ വരുന്ന കോസ്റ്റ് വളരെ കുറയും. അപ്പൊ അതൊരു മേജർ കൺസേൺ ആണ്. അപ്പോൾ നമ്മൾ ചാർജസ് ഉണ്ടല്ലോ, ബ്രോക്കറേജസും STT ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ വലിയൊരു അതിനേക്കാളും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു എലമെന്റ് ആണ് സ്പ്രെഡ് OTMs-ലും ITMs-ലും. അപ്പൊ അധികം OTM-ലും ITM-ലേക്ക് പോവാതെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ATM-ൽ എടുക്കുന്നതാണ് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി. ഇനി വളരെ നിശ്ചിതമായ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് OTM എടുക്കേണ്ട കാര്യമുള്ളൂ. ഒരു പർപ്പസ് എന്താണ്? ഹെഡ്ജ് ചെയ്യാൻ. അടുത്ത പർപ്പസ് എന്താണ്? നമുക്ക് വളരെ കൺവിക്ഷൻ ഉള്ള ഒരു ട്രേഡ് ഹൈ റിസ്കിൽ ഹൈ റിവാർഡിൽ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് OTM-ലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. പക്ഷെ അത് ബിഗിനേഴ്സ് ഫ്രണ്ട്ലി അല്ല. കാരണം എന്താ? അത്രമാത്രം നല്ല പ്രഡിക്ഷൻസ് നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവല്ലേ? ഇനിയിപ്പോ നല്ല പ്രഡിക്ഷൻസ് നമുക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കുറച്ച് OTM-ൽ എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് പൈസ ഉള്ളവർക്ക് കൂടുതൽ ട്രേഡ് എടുക്കാം, അതിൽ കൂടുതൽ അക്കൗണ്ടിൽ ഫ്ലക്ച്വേഷൻ വരുത്തി വെക്കാം. പലപ്പോഴും അത് റിസ്കിൽ വന്നാണ് പെടാറ്. ഇനി ITMs-ൽ എടുക്കുന്നത് ഓൾമോസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്ന പോലെയാണ്. മനസ്സിലായോ? അപ്പൊ അതിൽ ഡെൽറ്റ വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 0.80
ഓർ 0.90% ഒക്കെ. അതായത് നിഫ്റ്റി 100 പോയിന്റ് മുകളിലേക്ക് പോയാൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്ക് 90 രൂപ മുകളിലേക്ക് പോകും. നിഫ്റ്റി 100 പോകുമ്പോൾ 90 രൂപ അല്ലെങ്കിൽ 80 രൂപ മുകളിലേക്ക് പോകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ITM എക്സ്പെൻസീവ് ആണ് അല്ലെ, കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ATMസിന് 150 രൂപ 200 രൂപയാണെങ്കിൽ ITMസിന് 500 രൂപ 1000 രൂപ വരും. അപ്പൊ വലിയ ക്യാപിറ്റലുള്ള ആൾക്കാർ പ്രീമിയം മെൽറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ITMസിൽ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് സിമിലർ എഫക്റ്റ് ആണ് ITMസിൽ. ഫോർ എക്സാമ്പിൾ ഫാർ ITMs ലൈക്ക് എന്താ പറയാ, ഒരു 500 പോയിന്റ് 600 പോയിന്റ് ഒക്കെ അകലെയുള്ള ITMസിൽ ട്രേഡ് ചെയ്യുമ്പോൾ അതൊരിക്കലും സ്റ്റോക്സുകളിൽ ചെയ്യരുത്, നിഫ്റ്റിയിൽ മാത്രമാണ് ചെയ്യാവൂ. സ്റ്റോക്സുകളിൽ ലിക്വിഡിറ്റി നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫാർ ITMസിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന എഫക്റ്റ് ആണ്. അതായത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്താലും വലിയ ലോസ് വരില്ല, പ്രീമിയം മെൽറ്റിങ്ങിന്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും, പക്ഷെ ക്യാപിറ്റൽ കുറച്ച് കൂടുതൽ വേണം. ഓക്കെ സാറേ, ചില സമയത്തെ റൗണ്ട് ഫിഗർ സ്ട്രൈക്കില് ATMിനെക്കാട്ടി ലിക്വിഡിറ്റി കൂടുതൽ വരുന്ന സമയങ്ങളില്ലേ? ഷുവർ. അപ്പൊ നമ്മൾ എപ്പോഴും ATM പറയുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത്, ഇപ്പൊ നിഫ്റ്റിയിൽ ഓരോ 50ന്റെ ഗുണിതങ്ങളിലുമാണ് സ്ട്രൈക്ക് ഉള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഓരോ 100ന്റെ ഗുണിതങ്ങളുമാണ്. തൊട്ടടുത്ത് ഇപ്പൊ നിൽക്കുന്ന 50ന്റെ ഗുണിതമാണെങ്കിൽ പലപ്പോഴും 100ന്റെ ഗുണിതങ്ങളിലായിരിക്കും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക. അപ്പൊ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഭാഗ്യത്തിന് ചിലപ്പോൾ 24,000 23,000 ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊരു സ്ട്രൈക്കോ 2 സ്ട്രൈക്കോ അപ്പുറത്താണെങ്കിലും അതിൽ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് കൺസിഡർ ചെയ്യാം, നല്ലതാണ്. പ്രത്യേകിച്ച് ITM ആണെങ്കിൽ. OTM ആണെങ്കിൽ പ്രീമിയം മെൽറ്റിംഗ് കൂടും, സ്പ്രെഡ് കുറഞ്ഞേക്കാം. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ. ITMs ആണെങ്കിൽ നമ്മൾ ലിക്വിഡിറ്റി കൂടുതലുള്ളത് 24,000 ആണെങ്കിൽ ആ 24,000 ITM ആണെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. അപ്പൊ കാര്യങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരോടും ATM ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഒരു ആഡ് ഓണും കൂടി നമുക്ക് ഓർത്ത് വെക്കാം, 100ന്റെ ഗുണിതങ്ങളിലേക്ക് കൂടുതൽ വാല്യൂ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇതിന്റെ വ്യത്യാസങ്ങള് പിന്നെ വലിയ എമൗണ്ടിലല്ലേ വലിയ വ്യത്യാസമായിട്ട് വരത്തുള്ളൂ? നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്നതിന്റെ അകത്ത് നെഗ്ലിജിബിൾ എമൗണ്ട് അല്ലേ? അതെ അതെ അതെ, വലിയ എമൗണ്ട് സ്പ്രെഡ് വലിയ വിഷയമാവുന്നത്. 1 ലക്ഷം രൂപയ്ക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ലോട്ട്സുകളല്ലേ എടുക്കുക. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് സ്പ്രെഡ്, ഒരു ലോട്ട് എന്ന് പറയുന്നത് 65 എണ്ണല്ലേ, ആ 65 എണ്ണത്തുമ്പോ 20 പൈസ 30 പൈസ വെച്ച് സ്പ്രെഡ് വരും. അപ്പൊ അത് 1 ലക്ഷത്തിനൊക്കെ ചെയ്യുമ്പോൾ തന്നെ വലിയ സ്പ്രെഡ് വരും. ചാർജസിനേക്കാളും 3 ഇരട്ടി 2 ഇരട്ടിയൊക്കെ സ്പ്രെഡ് വരും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ATMില് സ്ട്രൈക്ക് എടുത്ത് അത് ആ ATM പിന്നെ ITM ആവല്ലോ. അത് ഇപ്പൊ മാർക്കറ്റ് നമ്മളെ പ്രൊഡിക്റ്റ് ചെയ്ത ഡയറക്ഷനിലോട്ട് പോകണമെങ്കിൽ അതൊരു ITM ആവല്ലോ. അപ്പൊ ITMന്റെ ഒരു പോയിന്റ് വെച്ചിട്ട് ഈ 0.5 എന്നുള്ളത് 0.8 0.9 മാറിപ്പോകത്തില്ലേ? അപ്പൊ അത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻസിബിൾ യൂസ് ചെയ്യുന്നല്ലേ? അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, നമ്മളിപ്പോ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പ്രൈസ് എവിടെയാണ് നിൽക്കുന്നത്? 24,493 അല്ലെ? 24,500 ഓൾമോസ്റ്റ് ആദ്യ ഡെൽറ്റ ആയിരിക്കും, അതായത് 0.50. അതായത് ഒരു 50 പോയിന്റ് കയറുമ്പോൾ നമ്മൾ അപ്രോക്സിമേറ്റ്ലി 25 പോയിന്റ് ടാർഗറ്റ് വെച്ചിട്ട് അങ്ങനെ വെക്കണം. കറക്റ്റ്. 50 പോയിന്റ് നിഫ്റ്റി കയറുമ്പോൾ 25 രൂപ പ്രീമിയം കയറും. അതായത് 175 ആണെങ്കിൽ 200 ആവും, 200 ആണെങ്കിൽ 225 ആവും. സാറേ കേൾക്കാം. ഈ സ്പ്രെഡും പ്രീമിയം തമ്മിൽ എന്താ വ്യത്യാസം? ചില എക്സ്പെൻസ് ആയിട്ട് കൂട്ടുകയാണ്. നമുക്കതൊരു ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് കാണാം. ഓപ്ഷൻ ചെയിൻ ഒക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലെ? ഓക്കെ, ഓപ്ഷൻ ചെയിൻ NSE എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഓപ്ഷൻ ചെയിനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പ്രെഡ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നല്ലൊരു ധാരണ കിട്ടും. ഓക്കെ, അപ്പൊ ഇതിൽ ഡീഫോൾട്ട് ആയിട്ട് നിഫ്റ്റി ആണ് സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ATMിലേക്ക് പറഞ്ഞെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ബോർഡർ വരെ എത്തണം അല്ലെ? 24,500 ആണ് നമ്മളുടെ ATM. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ആസ്ക് പ്രൈസും ബിഡ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് സ്പ്രെഡ്. ഇപ്പൊ എത്ര രൂപയാണ് സ്പ്രെഡ്? എത്ര പൈസ ആയിരിക്കും പലപ്പോഴും? 10 പൈസ. അത് ATM ആയതുകൊണ്ടാണ് അല്ലെ? ഇനി ITMസിലേക്ക് പോയി നോക്കിയാൽ കോൾ ഓപ്ഷൻ ആണ് നമ്മൾ എക്സാമ്പിൾ കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കോൾ ഓപ്ഷൻ, റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻ അല്ലെ? ഇനി ITMസിലേക്ക് പോയി നോക്കിയാൽ ITMസിൽ എത്ര രൂപയാണ് സ്പ്രെഡ്? ഇവിടെ എത്രയാണ് സ്പ്രെഡ്?
25 പൈസയല്ലേ? ഇത് ATM ആണോ? അല്ലല്ലോ, ITM. ITM. അതായത് ITM. പൈസ കൂടുകയാണെങ്കിൽ ITM, പൈസ കുറയുകയാണെങ്കിൽ OTM, താഴെയുള്ളത് OTM. ഓക്കെ. നമുക്ക് ഇൻ പ്രാക്ടീസ് എല്ലാം ക്ലിയർ ആവൂല്ലേ? ചെയ്ത് വരുമ്പോ എല്ലാം ക്ലിയർ ആവൂല്ലേ? നമ്മൾ ഇൻ പ്രാക്ടീസിൽ നമ്മൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് എല്ലാം. അതെ, ഇതൊന്ന് എക്സ്പയറി ആയതുകൊണ്ടാണ് ഇത്ര ചീപ്പർ അല്ലെ. ഇപ്പൊ 30 രൂപയ്ക്കൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് ഇന്ന് എക്സ്പയറി ആയതുകൊണ്ടാണ്. അപ്പൊ 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 30 × 65 എത്രയാണ്? 30 × 65 30 × 65 എന്ന് പറയുമ്പോൾ വളരെ കുറവുള്ളൂ. 2000 രൂപയ്ക്ക് നമുക്ക് ഒരു ലോട്ടൊക്കെ എടുക്കാം ATM. പക്ഷെ ഇന്ന് എക്സ്പയറി ആണ്, അതുകൊണ്ടാണ് ഇത്ര പൈസ കുറവ്. അല്ലെങ്കിൽ ഒരു 100, 200, 300 ഒക്കെ വന്നേനെ. അപ്പൊ എക്സ്പയറി എത്ര അകലാവുമ്പോൾ LTP അല്ലേ സാർ? ഒരു മിനിറ്റ്, പ്രീമിയം ഇവിടെ ഉദ്ദേശിക്കുന്ന LTP ആണോ? പ്രീമിയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മള് എളുപ്പം നോക്കാൻ പറ്റിയത് LTP ആണ്. പക്ഷെ ആക്ച്വൽ നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഈ ആസ്ക് പ്രൈസ് ആയിരിക്കും. അപ്പൊ അത് ATM-ന്റെ കേസിലും പ്രത്യേകിച്ച് നിഫ്റ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നതുകൊണ്ടും ഇതെല്ലാം ഏകദേശം ഒരുപോലെ ആയിരിക്കും. സ്റ്റോക്സുകളിലൊക്കെ ഇത് അങ്ങോട്ട് ഇടക്ക് വ്യത്യാസം ഉണ്ടാവും. ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് 30 പൈസയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ 32 രൂപ കൊടുക്കേണ്ടി വരും. 30 രൂപയാണെങ്കിൽ 2 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പൊ നിഫ്റ്റിയുടെ കേസിലും പ്രത്യേകിച്ച് ATM-ന്റെ കേസിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്ട്രൈക്ക് ഇൻസ്ട്രുമെന്റ് ഇതായതുകൊണ്ട് ഇതൊക്കെ 10 പൈസയുടെ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ITMസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ എത്ര രൂപയായി? 1 രൂപയായില്ലേ? ഓൾമോസ്റ്റ് 1 രൂപ. 1 രൂപ അല്ലെ? അപ്പോ ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോ ഈച്ച് 380 റുപ്പീസിന് 1 രൂപയുടെ മാറ്റം നമുക്ക് വരും. അപ്പൊ നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എടുത്താൽ എത്രയാവും? 1 ലക്ഷത്തില് എത്ര? 382 ഉണ്ട് നോക്കിയാ പോരെ? ഡിവൈഡഡ് ബൈ 382. അപ്പൊ 261 രൂപ നമുക്ക് സ്പ്രെഡ് തന്നെ പോകും. അത് ബ്രോക്കറേജ് അല്ല, ഇവര് സ്പ്രെഡ് നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സാധനമാണ്, അങ്ങനെയാണോ? സ്പ്രെഡ് നമ്മൾ ഓൾറെഡി ഒരു കച്ചവടം നടത്തുമ്പോൾ പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു വണ്ടിയുടെ ഷോറൂമിൽ പോയിട്ട്, സെക്കൻഡ് ഹാൻഡ് ഷോറൂമിൽ പോയിട്ട് നമ്മളൊരു വണ്ടി മേടിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നപ്പോ നമുക്ക് അത് തൃപ്തിയില്ല, മറ്റേ വണ്ടി വാങ്ങണമെന്നായി. അപ്പൊ അത് വീണ്ടും തിരിച്ചു കൊണ്ടു കൊടുക്കുമ്പോ അവർ അതേ വില തന്നെ തരില്ലല്ലോ, കുറച്ച് കുറയില്ലേ? ഒരു കച്ചവടം നടത്തുമ്പോൾ നമുക്ക് ഓൾറെഡി ആ സ്പ്രെഡ് നഷ്ടം വരുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അത് നമ്മൾ അപ്പൊ തന്നെ വാങ്ങിച്ചു വിറ്റാൽ അത് പെട്ടെന്ന് അറിയാൻ പറ്റും. നമ്മളൊരു സ്ട്രൈക്ക് എടുത്തു, അപ്പൊ തന്നെ നമുക്കൊരു അബദ്ധം പറ്റി, അപ്പൊ തന്നെ അത് വിറ്റ് കഴിഞ്ഞാൽ ചെറിയൊരു നഷ്ടം വരുന്നതിന് സ്പ്രെഡ് എന്ന് പറയാം. അതിന്റെ ഒപ്പം ചാർജസും വരുന്നുണ്ട്. അപ്പൊ സ്പ്രെഡ് നമുക്ക് എപ്പോഴും കുറച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ATM ഫോക്കസ് ചെയ്യണത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന അസറ്റുകളിൽ ഏറ്റവും കുറവ് സ്പ്രെഡ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി ഓപ്ഷൻ ബൈങ് ട്രേഡ് ചെയ്ത് പഠിക്കാൻ പറയുന്നത്, സ്റ്റോക്സുകളിലേക്ക് പോകല്ലേ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്ന സ്ട്രൈക്കിൽ ഏറ്റവും കുറവ് സ്പ്രെഡ് ആയിരിക്കും. മിനിമം ഒരു സ്പ്രെഡ് എന്തായാലും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു നിഫ്റ്റി ഇതാ ഇവിടെ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കൈ നോക്കാം. നമുക്ക് നല്ലൊരു കൃത്യമായിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ കിട്ടിയിട്ടില്ല. നമ്മൾ വിചാരിച്ച പോലെ ഒരു പ്രാവശ്യം മാർക്കറ്റ് റിജക്ട് ചെയ്തു അല്ലെ? നമ്മൾ 2 വരെയാണ് വരച്ചിട്ടിരിക്കുന്നത്. ഒന്ന് റിജക്ട് ചെയ്യണം, വീണ്ടും നമ്മൾ റിജക്ട് ചെയ്താൽ ബെറ്റർ. അപ്പൊ നമുക്ക് S&P ട്രയാങ്കിൾ കിട്ടിയല്ലോ, ബെറ്റർ. അപ്പൊ ഇനിയിപ്പോ ഒരു മൊമെന്റം കാണുന്നില്ല. അപ്പൊ ഇനി എപ്പോഴും നമ്മൾ ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നവര് എപ്പോഴും ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിൽ ഒരിക്കലും വാങ്ങരുത്. എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങൂലോ, ഓരോ ഗ്രീൻ ക്യാൻഡിൽസ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് പ്ലോട്ട് ആവണ സമയത്ത് ബൈ ചെയ്യാം. അതില് ഒരു 1 മിനിറ്റിലൊക്കെ ഒരു ഹൈക്കനാഷി റെഡ് ആവുമ്പോ വേണമെങ്കിൽ സെല് ചെയ്യാം. അപ്പൊ നല്ലൊരു ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതുപോലെ പോകും അല്ലെ? ഇതുപോലെ അങ്ങനെ കയറി പോകും. അപ്പോ ഇവിടെ നിന്ന് നമ്മള് അവിടെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണോ ഹൈക്കനാഷി റെഡ് ആവണത്, അത് 1 മിനിറ്റിൽ നോക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ പേടിപ്പിച്ചുകൊണ്ട് വീണ്ടും റെഡ് ആവും. അത് കഴിഞ്ഞ് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പൊ ഒരു 5 മിനിറ്റിലൊക്കെ ഹൈക്കനാഷി റെഡ് ആവുമ്പോൾ നമുക്ക് പിടിവിടാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന റിസ്കിന്റെ 1 ന് 2 കിട്ടുമ്പോൾ, അതായത് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഷോൾഡറിന് താഴെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അപ്പൊ അതിന്റെ ഒരു ഇരട്ടിയെങ്കിലും പോയതിനു ശേഷം നമുക്ക് പിടിവിടാം. അപ്പോ വലിയ തെറ്റില്ലാത്തൊരു ബ്രേക്ക് ഔട്ട് ആണ്. നമുക്ക് ഇതൊന്ന് പിൻ പോയിന്റ് ആയിട്ട് വരയ്ക്കാം. കാരണം നമ്മൾ എപ്പോഴും ഡ്രോ ചെയ്യുമ്പോൾ ഹൈക്കനാഷി ക്യാൻഡിൽ സ്റ്റിക്ക് എടുത്തിട്ട് ഡ്രോ ചെയ്യണം. അപ്പൊ ഇതിന്റെ കറക്റ്റ് വാല്യൂ പറയുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിൽ മൗസ് കൊണ്ടുവയ്ക്കുക. ഈ ഒരു ക്യാൻഡിലിൽ മൗസ് കൊണ്ടുവച്ചിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ ഇവിടെ ടോപ്പിൽ ഹൈയസ്റ്റ് പോയിന്റ് കാണാൻ പറ്റും. ഈ ക്യാൻഡിലിന്റെ ഹൈയസ്റ്റ് പോയിന്റ് 24,482.10. അപ്പൊ അത് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്താൽ മതി.
24,482.10. ഇതാണ് പെർഫെക്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരെ 5 മിനിറ്റിലേക്ക് ആക്കിയിട്ട് പുതിയ ചാർട്ടിലേക്ക് തിരിച്ചു വരാം. പുതിയ ചാർട്ടിലേക്ക് തിരിച്ചു വരാൻ നിഫ്റ്റിയിലുള്ള ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, കണ്ട, ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഡൗൺ ആരോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ചാർട്ടിലേക്ക് വന്നു. അപ്പൊ ആ ലെവലിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അല്ലെ. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് മറബസു കാൻഡിൽ അല്ലെങ്കിൽ സ്ട്രോങ് കാൻഡിൽ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ട്രേഡ് എടുക്കാം. നിങ്ങൾ പൈസ ഇട്ട് എടുക്കണം എന്ന് ഞാൻ പറയില്ല, ഇത് ബേസിക് ലൈവ് സെക്ഷൻ ആണ്. അപ്പൊ നമ്മളടുത്ത് ഇവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറയാം. ഒരു 1-2 മാസം നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിൽ മാത്രം, ശേഷം മാത്രം നമ്മൾ റിയൽ ട്രേഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ ഓരോ ട്രേഡ് എടുക്കുമ്പോഴും മനസ്സിലാക്കാം, നമുക്ക് 1-2 റിസ്റ്റ് റിവാർഡ് വെക്കുന്ന ഏതൊരു കേസിലും 10% താഴെ വിന്നിംഗ് റേറ്റ് ഉണ്ടാവുള്ളൂ. 50-50 ഒരു 24,500 എടുക്കാനോ? എന്താണ് 24,500 എടുക്കാനോ? 24,500 ATM. അപ്പൊ എല്ലാ ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങളുടെ സ്വയം റിസ്കിൽ ചെയ്യാം. ഇത് താഴ്ത്തിക്ക് വന്ന് ലോസ് വന്ന 500-1000 ലോസ് സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം റിയൽ ട്രേഡ് ചെയ്യാവൂ, അല്ലെങ്കിൽ പേപ്പർ ട്രേഡ് ചെയ്യാം. അല്ല, ഒരു ലോട്ട് എടുക്കുകയാണെങ്കിൽ എത്ര ക്യാഷ് വേണ്ടി വരും? ഇപ്പോ ATM വളരെ ചീപ്പറാണ്, 2000 രൂപയ്ക്ക് വരുള്ളൂ. പക്ഷെ അത്രമാത്രം നമ്മൾ പ്രീമിയം മെൽറ്റിംഗ് എക്സ്പയറി ഡേറ്റിൽ ട്രേഡ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം പ്രീമിയം മെൽറ്റിംഗിന്റെ എഫക്റ്റ് വളരെയധികം കൂടും. എക്സ്പയറി ഡേറ്റിൽ എപ്പോഴും സെല്ലേഴ്സ് ഡേ ആണ്, അപ്പൊ വിൽക്കാൻ പറ്റിയ ദിവസമാണ്, ബയേഴ്സ് ഡേ അല്ല. അപ്പോ ഒന്നുകിൽ നിങ്ങൾക്ക് അടുത്ത മാസത്തെ സ്ട്രൈക്ക് എടുക്കാം. അടുത്ത മാസത്തെ സ്ട്രൈക്ക് എടുക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അടുത്ത ആഴ്ച അല്ലേ, അപ്പൊ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും, അക്കൗണ്ടിൽ ഫ്ലക്ച്വേഷൻ കുറയും. അപ്പൊ ഈ ആഴ്ചയിലത്തെ സ്ട്രൈക്ക് എടുക്കുമ്പോൾ 2000 രൂപയ്ക്ക് കിട്ടും. പക്ഷെ പ്രീമിയം മെൽറ്റിംഗ് പെട്ടെന്നായിരിക്കും. 2000 രൂപ വൈകുന്നേരം ആകുമ്പോഴേക്കും പൂജ്യമാവേണ്ടതാണ് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഒരു അരമണിക്കൂറൊക്കെ ഹോൾഡ് ചെയ്യുമ്പോഴേക്കും 500 രൂപ 600-700 രൂപയൊക്കെ നഷ്ടം വരും. ഓക്കെ, അപ്പൊ നമ്മള് ക്ലാസ് കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2 മാസമെങ്കിലും നിങ്ങൾ നിഫ്റ്റിയിൽ പേപ്പർ ട്രേഡ് ചെയ്യാം. ഇക്വിറ്റി ഇൻട്രാഡേ ഇക്വിറ്റിയിൽ നിങ്ങൾ പൈസ ഇട്ട് ട്രേഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ അതാകുമ്പോൾ നമുക്ക് ചെറിയ പൈസക്ക് പണി പഠിക്കാം. ഓക്കെ അല്ല, അപ്പൊ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുഴപ്പമില്ല. ഇനിയിപ്പോ വീണ്ടും തിരിച്ചു വരാണെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു ലൈനിൽ നിന്ന് നമുക്കൊരു വീണ്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ട്രൈ ചെയ്യാം. ഈ ഒരു ലൈനിൽ നിന്നും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ട്രൈ ചെയ്യാം തിരിച്ചു വരാണെങ്കിൽ, ഇവിടെ ഫെയിലിയർ ആയിട്ട് തിരിച്ചു വരാണെങ്കിൽ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ നമുക്ക് വേറെ ഒന്നും വേണ്ട, നമുക്ക് ട്രേഡ് എടുക്കുന്ന ടൈമായി. ഒരു മർബസു കാൻഡിൽ ആ ലൈനിന്റെ മേലെ ക്ലോസ് ചെയ്തു. ഇവിടെ വരാണെങ്കിൽ 1 മിനിറ്റിൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കണം അല്ലെ. തിരിച്ച് അഥവാ ട്രാപ്പാണ് തിരിച്ചു വരാനുള്ള ഭാവം ഉണ്ടെങ്കിൽ വന്ന് ഈ ഒരു ലൈനിൽ എത്തുമ്പോൾ ഇവിടുന്ന് ആദ്യത്തെ പമ്പിങ്ങിൽ നമ്മൾ എടുക്കരുത്, പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് നമ്മൾ എടുക്കേണ്ടത്. അത് 1 മിനിറ്റിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നോക്കേണ്ടത്. ഞാനിതൊന്ന് വരച്ചിട്ടേക്കാം, നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇതാണ് നമ്മളുടെ സെക്കൻഡ് ട്രേഡ്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രേഡ് ഇവിടെയാണ്. അത് ഓൾറെഡി കഴിഞ്ഞു. സെക്കൻഡ് ട്രേഡ് എന്ന് പറയുന്നത് ഇനി തിരിച്ചു വന്നാൽ ഇവിടെയാണ്. തേർഡ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് താഴേക്ക് വീഴാണെങ്കിൽ ഈ 3 ട്രേഡ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം ഏറ്റവും അടിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവല്ലേ. ഇവിടുന്ന് കൺസോൾഡേറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരാണെങ്കിൽ പുട്ടെടുക്കാം. അപ്പൊ ഇത് ഞാൻ ഓറഞ്ച് കളറിൽ വരച്ചേക്കണത്, ഇതിവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ട്. അപ്പൊ നല്ലൊരു ഫ്ലിപ്പ് സോൺ ആണ്. ഇതും ഓറഞ്ച് കളറിലാണ് വരച്ചേക്കണത്, സപ്പോർട്ട് ആയിട്ടല്ല. കാരണം ഇവിടെ റെസിസ്റ്റൻസ്, ഇവിടെ സപ്പോർട്ടായ സ്ഥലം അല്ലെ. അപ്പൊ ഈ മാർക്കറ്റിൽ എപ്പോഴും റെസിസ്റ്റൻസ് ആവുന്ന സ്ഥലം സപ്പോർട്ട് ആവുന്നു എന്ന് പറയുന്ന പ്രതിഭാസം ഒബ്സർവ് ചെയ്യാം. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് നിഫ്റ്റിയിലാണ് അല്ലെ. അപ്പൊ ഇവിടെ നിന്നൊക്കെ നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് തോന്നുന്നു എത്രാം തീയതിയാണ്, 6-ാം തീയതി 3-ാം തീയതിയൊക്കെയാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയും നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. കേൾക്കാമോ? പറഞ്ഞു. എപ്പോഴെങ്കിലും സാറ് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മള് പ്രിഡിക്റ്റ് ചെയ്ത പോലെ തന്നെയാണോ വന്നതെന്നുള്ള പോലെ? നിങ്ങൾ ചെക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾക്ക് ഒരു 2 മാസത്തെ ബേസിക് ലൈവ് ഒക്കെ ചെയ്ത് തരുന്നത്. അപ്പൊ നിങ്ങൾ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ചെക്ക് ചെയ്യുന്നേക്കാളും നല്ലതല്ലേ പേപ്പർ ട്രേഡ് എടുത്താൽ മതിയല്ലോ. ഫ്രണ്ട് പേജിൽ പോയി മുകളിലേക്കാണ് പോണെന്ന് അറിയാലോ. കേട്ടില്ല. നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കിയിരിക്കണ്ട, അതിനാണ് നിങ്ങൾ പേപ്പർ ട്രേഡ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ഒരു മാസം 2 മാസം പേപ്പർ ട്രേഡ് ചെയ്ത് കഴിയുമ്പോൾ അറിയാലോ നിങ്ങൾക്ക് അക്കൗണ്ട് എങ്ങനെയാണ് പോണേ, മുകളിലേക്കാണോ താഴ്ത്തിക്കണമെന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പതുക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത്ര നല്ല ഡിസിപ്ലിൻ വേണം. അപ്പൊ നമ്മൾ സ്വിംഗ് ട്രേഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിംഗ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഏറ്റവും കുറവ് ആൾക്കാർ വിജയിക്കുന്ന പരിപാടിയാണ് ഓപ്ഷൻ ബൈങ്, അറിയാമോ?
കാരണം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അവർ അങ്ങോട്ട് കൊണ്ടുപോയി നമ്മളെ പറ്റിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോകും അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല സ്പോട്ട് ചെയ്യുന്നത്, നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും നല്ല കൺഫർമേഷൻ ഉള്ള സമയത്ത് മാത്രം ഹൈ റിസ്ക് റിവാർഡിലും 1:2 ട്രേഡ് ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്നതിൽ പകുതി ട്രേഡിങ്ങിലും വിജയിക്കുക എന്നുള്ളതായിരിക്കണം നമ്മളുടെ മോട്ടോ. അപ്പോ ഒരു ദിവസം ഒരു ട്രേഡ് വെച്ചെടുക്കുകയാണെങ്കിൽ 20 ട്രേഡ് ഒരു മാസം എടുക്കുകയാണെങ്കിൽ അതിൽ 10 ട്രേഡ് 9 ട്രേഡ് വിജയിക്കുന്നു എന്നുള്ളത് നമ്മൾ മുന്നേ മനസ്സിലാക്കണം. അത് വിജയിച്ചാൽ തന്നെ ഡീസന്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. പകുതിയിൽ കൂടുതൽ ഒരിക്കലും വിജയിക്കുന്ന പ്രതീക്ഷിക്കേണ്ട. ആ ഒരു മെന്റാലിറ്റിയിൽ വേണം ട്രേഡ് എടുക്കാൻ. അപ്പൊ നിങ്ങള് ഒന്നുകിൽ നിങ്ങൾക്കിത് നോക്കിയിരിക്കാം, അത് കഴിഞ്ഞിട്ട് തലേ ദിവസം ഇതിനു മുമ്പ് വിട്ട സംഭവങ്ങളൊക്കെ റെക്കോർഡിംഗ് വീഡിയോസ് കണ്ടിട്ട് എങ്ങോട്ട് പോയി എന്നുള്ളതിന്റെ ഒരു കണക്കെടുക്കാം. അതിന് വളരെ ഈസിയാണ് ഫ്രണ്ട് പേജിൽ പേപ്പർ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോ എങ്ങനെയാണ്, പിന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ? ഇപ്പൊ നമുക്ക് അനാലിസിസ് കുറച്ചുകൂടി ഈസി ആയില്ലേ അല്ലെ? മുമ്പ് നമ്മൾ വളരെ സ്ലോ ആയിട്ടാണ് പറഞ്ഞിരുന്നത്. ആദ്യം ഡേയുടെ ടൈം ഫ്രെയിമിൽ ഹൈയും ലോയും മാർക്ക് ചെയ്യുക, പെട്ടെന്ന് കാണാൻ പറ്റുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ. ഇവിടെ നമുക്കൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ എത്രയാണ്, ഇവിടെ ഒരു 29,500 കൂടി ഉണ്ട്. അത് ഒരു കൺസിഡറബിൾ കാര്യമാണ് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. നമ്മൾ പറഞ്ഞിരുന്നല്ലോ 24,500 റൗണ്ട് നമ്പർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഒന്ന് മാർക്ക് ചെയ്തിടുക. 24,500 റൗണ്ട് നമ്പർ, അതൊരു റൗണ്ട് നമ്പർ ആണ് അല്ലെ. ഇവിടെ റിവേഴ്സലിനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിവിടെ ട്രേഡ് എടുത്തിട്ട് നമുക്ക് പരാജയപ്പെടുകയാണെങ്കിൽ തിരിച്ച് ഇവിടെ തന്നെ നമുക്കൊരു ബെയറിഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതാണ്. അതായത് അത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയാൽ മാത്രം എടുക്കാം. മുകളിലേക്ക് പോയി ഇവിടെ നിന്ന് നല്ലൊരു ഇമ്പൾസീവ് മൂവ്, ഇപ്പൊ ഇങ്ങനെയാണ് നിൽക്കുന്നത് അല്ലെ. ഇവിടെ നല്ലൊരു ഇമ്പൾസീവ് മൂവ് താഴത്തേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് കയറി വരുമ്പോ അതിന്റെ ഫിബൊനാച്ചി 61 നിന്ന് ഷോർട്ട് ചെയ്യും. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, കുറച്ച് നാൾ മുമ്പുള്ള നല്ല റെസിസ്റ്റൻസ് ആണ്. 2 റൗണ്ട് നമ്പർ ആണ്. അപ്പൊ സ്ട്രോങ് പ്ലേസുകൾ നമുക്ക് ഇവിടുന്ന് ഒരു ബെയറിഷ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് അല്ലെ. ഇതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടുന്ന് എടുക്കുന്ന ട്രേഡ് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി റൈഡ് ചെയ്യാം. പിന്നെ വീണ്ടും മാർക്കറ്റ് വീണാൽ നിൽക്കാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. മുകളിലേക്കുള്ള ട്രേഡും നമുക്ക് വേണമെങ്കിൽ കുറച്ച് റൈഡ് ചെയ്യാം. കാരണം ഇവിടുന്ന് വിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ 25,500 വിട്ട് മുകളിലേക്ക് പോകണമെങ്കിൽ കുറച്ച് കാര്യമായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ലോസ് കുറച്ച് ട്രയൽ ചെയ്യാം. അത് കഴിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു കോൾ ഓപ്ഷൻ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഈ ഒരു ഏരിയ, അത് വിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം. അപ്പൊ ഓരോ പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കരുത്. നന്നായിട്ട് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രം അടുത്ത ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി. സാറ് ഡയറക്ഷണൽ ബൈയിങ്ങിന്റെ അകത്ത് ഇപ്പം നമ്മുടെ സ്ട്രാറ്റജീസ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. റൗണ്ട് നമ്പർ നിഫ്റ്റിയിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി അഡ്വാൻസ്ഡ് ലൈവ് എന്ന് പറയുന്ന വേറൊരു സെക്ഷനും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ സ്മാർട്ട് മണി കോൺസെപ്റ്റ് ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജിയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്താണ്, ആയുർവേദവും അലോപ്പതിയും പോലെയാണ്. അത് രണ്ടും വളരെ ഫേമസ് ആയിട്ടുള്ള ട്രേഡിംഗ് രീതികളാണ്. അപ്പൊ ഏതെങ്കിലും ഒന്നിലും അറ്റ് എ ടൈം ഉറച്ചു നിൽക്കാൻ നോക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്യരുത്. അപ്പൊ ഒരു മാസമെങ്കിലും നിങ്ങൾ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്ത് ട്രേഡ് ചെയ്ത് ആ പ്രൈസ് ആക്ഷൻ പ്രിൻസിപ്പിൾസുകളിൽ ഉറച്ചു നിന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് പഠിച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ട്രേഡും ചെയ്യാം. സ്മാർട്ട് മണി കോൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയുടെ ട്രേഡ് ഓപ്ഷൻ അഡ്വാൻസ്ഡ് ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ സെക്ഷൻ ആയിട്ട് നടത്തുന്നുണ്ട്. അതിന്റെ ലിങ്കും നമ്മൾ ഈ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, ട്രേഡിംഗ് ഒഫീഷ്യൽ ഇടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജിയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ആ അഡ്വാൻസ് ലൈവിലേക്ക് സ്വിച്ച് ചെയ്യാം. ചെറിയ ലോസിൽ ഇറങ്ങിയാക്കട്ടെ. ഇറങ്ങാം. ഇവിടെ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, ആ സ്റ്റോപ്പ് ലോസ് എത്തുമ്പോഴേ ഇറങ്ങാവൂ. കാരണം മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ പെട്ടെന്ന് മുകളിലേക്ക് പോകണമെന്നൊന്നുമില്ല. അപ്പൊ അത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് എത്തുമ്പോഴേ ഇറങ്ങാവൂ. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്തൊരു ട്രേഡ് എടുക്കേണ്ടത് നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടണം. അതായത് അവസാനം ഉണ്ടാക്കിയ ലോ ഇല്ലേ, ഇവിടെ ഒരു ലോ അവസാനമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ താഴത്തേക്ക് നല്ല ഫ്യൂരിയസ് ആയിട്ടുള്ള ഒരു പമ്പിങ് കണ്ടാൽ, ഇതുപോലെ ഒരു പമ്പിങ് വന്നാൽ വീണ്ടും അതിന്റെ പ്രീമിയത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ പുട്ട് ഓപ്ഷൻ ട്രേഡ് എടുക്കാം.
അപ്പൊ ഇതും നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോണാണ്. റൗണ്ട് നമ്പർ പ്ലസ് പ്രീവിയസ് റെസിസ്റ്റൻസ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിതൊരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് വരച്ചു വെച്ചോ, നോക്കിയിട്ട് ഒബ്സർവ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, സർ റെക്കോർഡിംഗ് അല്ലേ? ആ റെക്കോർഡിംഗ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത വ്യാഴാഴ്ച അടുത്ത സെക്ഷൻ വെക്കാം കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് ഞാൻ ഫ്രണ്ട് പേജിൽ ഒരു ട്രേഡ് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ട്. അത് സെല്ലിംഗ് വ്യൂലാണ് നോക്കിയത്. ഒരു ബുൾ പുട്ട് സ്പ്രെഡ് ആണ് എടുത്തത് കഴിഞ്ഞ ഫ്രൈഡേ. ഓക്കെ, അപ്പൊ അത് എടുത്ത സമയത്ത് ബുൾ പുട്ട് സ്പ്രെഡ് ആണ് എടുത്ത സമയത്ത് അതിനകത്ത് ഒരു പ്രോഫിറ്റ് ഒരു 225 ആ ഒരു റേഞ്ചിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ട്രേഡ് കഴിയാൻ 315 ഒക്കെ ആയ സമയത്ത് ഞാനത് എക്സിറ്റ് ചെയ്യാന്ന് വെച്ചു. എന്നിട്ട് ഞാനത് നമ്മുടെ മെയിൻ ലെഗ് സുധീഷ് അല്ലേ സംസാരിക്കുന്നേ? ഉദയകുമാറാണോ? ഓ സോറി. സുധീഷ് മൈക്രോഫോൺ ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? പറഞ്ഞോ ഉദയകുമാർ, പറഞ്ഞു. സാറേ, ഞാൻ കഴിഞ്ഞ ഫ്രൈഡേ ഒരു ബുൾ പുട്ട് സ്പ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് പേജിൽ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏകദേശം 225 പ്രോഫിറ്റ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒറ്റ ടൈം നമുക്ക് 2 ലെഗും കൂടെ ഒരു എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കണ്ടില്ല. അപ്പോ ഞാൻ ആദ്യം മെയിൻ ലെഗ് എക്സിറ്റ് ചെയ്തു. മനസ്സിലായി. അതായത് ഫ്രണ്ട് പേജിൽ നമുക്ക് ബാസ്ക്കറ്റ് ഓർഡർ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഓർഡർ മാത്രമേ ഉള്ളൂ. അതായത് ലിമിറ്റ് ഓർഡറോ SLM ഓർഡറോ ഒന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓർഡർ ടൈപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഫ്രണ്ട് പേജിൽ റിയൽ ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും കൂടി ഒരുമിച്ച് തരുന്നത് കൊണ്ട് എക്സ്ചേഞ്ച് നമുക്കൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ട്. അതായത് മാർജിൻ വളരെ കുറച്ച് മതി അല്ലെ? സാധാരണ നിലയ്ക്ക് ഒരു ഓപ്ഷൻ സെല് ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വേണം. പക്ഷെ നമ്മൾ തന്നെയാണ് ബയർ എന്നുള്ളത് കൊണ്ട് 40,000 30,000 രൂപ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഫ്രണ്ട് പേജിൽ അതൊന്നും ഇല്ല. കാരണം ഇത് പേപ്പർ ട്രേഡിംഗ് ആയതുകൊണ്ട് തന്നെ ആ മാർജിൻ ഫെസിലിറ്റി ഒന്നും ഇല്ല. സാധാരണ പോലെ തന്നെ ഇപ്പൊ നമ്മൾ 2 ലക്ഷം രൂപ വരുന്നുണ്ടെങ്കിൽ ആ 2 ലക്ഷം രൂപ തന്നെ വരും ട്രേഡ് എടുക്കുമ്പോൾ. അപ്പൊ നമ്മൾ റിയൽ ട്രേഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ബൈ ചെയ്തിട്ട് വേണം സെല് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരു ബാസ്ക്കറ്റ് ഓർഡർ ഇട്ടിട്ട് ഒറ്റയടിക്ക് വേണം ട്രേഡ് ചെയ്യാൻ. എന്നാലേ ആ മാർജിൻ കിട്ടുള്ളൂ. ബാസ്ക്കറ്റ് ഓർഡർ ഇട്ടിട്ട് സെല്ലും ബൈയും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോഴാ മാർജിൻ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ബൈ ചെയ്തിട്ടുണ്ടാവണം, പിന്നെ സെല് ചെയ്യാം. അപ്പൊ ഫ്രണ്ട് പേജിൽ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി അത്തരം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ എന്താ പറയാ, ഇന്ത്യൻ ട്രേഡിങ്ങിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പേപ്പർ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഇല്ല. ഉള്ളതിൽ ബെറ്റർ ആണ് ഈ ഫ്രണ്ട് പേജ്. മുമ്പ് അവർ ചാർജസ് പോലും കൂട്ടിയിരുന്നില്ല, അത് നമ്മൾ മാനുവലി കൂട്ടണം. ഇപ്പൊ അവർ ചാർജസ് കൂട്ടുന്നുണ്ട്. അതായത് നമ്മൾ സർക്കാർ ഈടാക്കുന്ന ചാർജസും ബ്രോക്കറേജ് ഒക്കെ അവർ മാനുവലി ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്ന തരത്തിലായിട്ടുണ്ട്. ഓക്കെ സാറേ, അപ്പൊ ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം മെയിൻ ലെഗ് എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഞാൻ പറഞ്ഞല്ലോ ഒരു 200+ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നത്. മെയിൻ ലെഗ് എക്സിറ്റ് ചെയ്തു. എന്നിട്ട് ലെഗ് പോലെ എടുത്ത സപ്പോർട്ട് ലെഗും കൂടെ എക്സിറ്റ് ചെയ്തു. അപ്പൊ എന്റെ പ്രോഫിറ്റ് അതിൽ കാണിച്ചിരിക്കുന്നത് ലോസ് ആണ്. ഏകദേശം ഒരു 396 ലോസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ മെയിൻ ട്രേഡ് എക്സിറ്റ് ചെയ്യണ സമയമില്ലേ, ആ മെയിൻ ട്രേഡ് എക്സിറ്റ് ചെയ്യണ സമയത്ത് ഓപ്ഷൻ ബൈയിങ് ചെയ്ത ലെഗില് മൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ലെഗും കൂടി ഒരുമിച്ചാണ് എക്സിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് ഓൾറെഡി നമ്മുടെ സാധാരണ സെബി രജിസ്റ്റേർഡ് ബ്രോക്കേഴ്സിൽ എല്ലാത്തിലും അത് പറ്റും. നമ്മൾ ഓർഡർ പേജിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി 2 എണ്ണം ടിക്കറ്റ് കൊടുത്തിട്ട് എക്സിറ്റ് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ 2 ലെഗും കൂടി ഒരുമിച്ച് വേണം എക്സിറ്റ് ചെയ്യാൻ. ഇനി അത് നമ്മൾ സെല്ലിങ് നമ്മൾ എക്സ്പയറി ബേസ് ആണ് ചെയ്യണേ എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലോസ് ആവാണ് വേണ്ടത്. അത് 3:30 ആകുമ്പോൾ തന്നെ ക്ലോസ് ആയിക്കോളും. ഓപ്ഷൻ ഹെഡ്ജിങ് ഉണ്ടല്ലോ, നോൺ ഡയറക്ഷണൽ സെല്ലിംഗ്, അതിൽ നമ്മളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. അത് പ്രീമിയം മെൽറ്റായി 0 ആയിക്കോളും. നമ്മുടെ പൊസിഷൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ക്വയർ ഓഫ് ആയി പോയിക്കോളും. അപ്പൊ നമ്മൾ ഡയറക്ഷൻ സ്ട്രാറ്റജികൾ ചെയ്യണമെങ്കിൽ 2 കൂടി ഒരുമിച്ച് വേണം എക്സിറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ന്യൂആൻസസ് ഡിഫറൻസസ് വരും.
അതുപോലെ തന്നെ സാർ ഞാൻ അതിന്റെ മുന്നിലത്തെ ദിവസം ഞാൻ ഇതേപോലത്തെ സെയിം ഇഷ്യൂ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അതൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പേജിൽ നമുക്ക് രണ്ടും കൂടി സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിംഗ് ട്രേഡിംഗ് നോൺ ഡയറക്ഷൻ സ്ട്രാറ്റജികൾ കൂടുതലും സ്വിംഗ് ട്രേഡേഴ്സ് ആണ് ചെയ്യാറ്. ഒരു ദിവസം തന്നെ ഇൻട്രാഡേ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ചെറിയ 200-300 ലാഭം കിട്ടണത്. ആ സെല്ലൊക്കെ ആദ്യം കട്ട് ചെയ്യുമ്പോൾ അത് പോകുന്നത്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ട്രേഡ് എടുക്കുമ്പോൾ മിനിമം നമ്മൾ ഒരു എന്താ പറയാ 3 or 4% പ്രോഫിറ്റോ ലോസോ വരാവുന്ന തരത്തിൽ വേണം ട്രേഡ് എടുക്കാൻ നമ്മുടെ ക്യാപിറ്റലിന്റെ. അതായത് നമ്മൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഫ്രണ്ട് പേജിൽ ആ നിസ്സാര ലാഭം ചിലപ്പോ നിങ്ങൾക്ക് ഒരു പക്ഷെ ആ കോൾ ഓപ്ഷൻ വാങ്ങിയത് അല്ലെങ്കിൽ ആ പുട്ട് ഓപ്ഷൻ വാങ്ങിയത് നിങ്ങൾക്ക് അനുകൂലമായി പോയെങ്കിൽ സെല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് 200 രൂപ കിട്ടിയത് 200, 400 രൂപ കിട്ടിയാനേ. അപ്പൊ അത് നിങ്ങൾ വിധിക്ക് വിട്ടു കൊടുക്കാണ്. സെല്ല് ആദ്യം കട്ട് ചെയ്തിട്ട് ബാക്കി കുറച്ച് സമയം ബൈ ഹോൾഡ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ വിധിക്ക് വിട്ടു കൊടുക്കാണ്. അപ്പൊ റിയാലിറ്റിയിൽ നമുക്ക് ഇത് ആ 200 രൂപ പ്രോഫിറ്റ് കിട്ടുന്നത് നമുക്ക് കറക്റ്റ് അതുപോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ട്രേഡ് ഒരുമിച്ച് ക്ലോസ് ചെയ്യണം. അത് റിയൽ ട്രേഡിംഗിൽ മാത്രമേ പറ്റുള്ളൂ. അതായത് സറോദ ഫസ്റ്റ് പോലുള്ള പ്രോഫിറ്റ്സിലെ പറ്റുള്ളൂ. സാർ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഹെഡ്ജ് ചെയ്യുന്ന സമയത്ത് ചില ഹെഡ്ജിന്റെ ചില നമ്മളെ ഒരു ഇതിൽ വെച്ചിട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ സെല് ചെയ്യുന്നു വിചാരിച്ചു. അപ്പൊ ഈ ചില സമയത്ത് ഒരു ലിമിറ്റഡ് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാല് നമ്മൾ ഈ ബാസ്കറ്റ് ബൈയിങ് ചെയ്യുന്ന സമയത്ത് ബൈയും സെല്ലും എടുക്കുമല്ലോ. ഓക്കെ, അപ്പൊ ഒരു നെക്സ്റ്റ് മന്ത് ഓപ്ഷന് സെല്ലും ചെയ്തു. അപ്പൊ ചിലപ്പോ ബൈ ഓൾറെഡി ബാസ്കറ്റോട്ട് 2 ക്ലിക്ക് ചെയ്തിട്ട് പോകുന്ന സമയത്ത് പോകും. ചിലപ്പോ സെല്ല് അവിടെ എടുക്കും. അത് ലിക്വിഡിറ്റി ഇഷ്യൂന്റെ പ്രശ്നമാണ്. അത് എങ്ങനെ അല്ല ലിക്വിഡ് അല്ല. സമയത്ത് എക്സിറ്റ് ചെയ്യണതും എൻ്റർ ചെയ്യണതും മാർക്കറ്റ് ഓർഡറിനാണല്ലോ. അതുകൊണ്ട് അവിടെ ഹോൾഡ് ചെയ്യാറില്ല. നമ്മൾ അടിച്ചപ്പോ തന്നെ അത് കട്ടായി പോകും. അല്ല, ഈ നെക്സ്റ്റ് മന്ത് ഇപ്പൊ ഞാൻ ഇപ്പൊ പറയാന്ന് വെച്ചാൽ August 25 ആണല്ലോ. ഇനിയിപ്പോ നെക്സ്റ്റ് മന്ത് നിഫ്റ്റി എക്സ്പയറി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മന്ത് ഞാൻ എടുത്തു ചെയ്തു. അപ്പോ എന്താ പറയാ ഇപ്പൊ ഒരു ഈ മന്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ എടുത്തു. അതന്നെ, അപ്പൊ ഹെഡ്ജിന്റെ ഭാഗമായിട്ട് എടുത്തു. ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. നമ്മൾ സാധാരണ നിലയ്ക്ക് ഓപ്ഷൻസ് നിഫ്റ്റിയിൽ ചെയ്യുന്നത് അതേ ഈ എക്സ്പയറിയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ എക്സ്പയറിയിലാണ് ചെയ്യുക, അടുത്ത മാസത്തെ അല്ല. ഇൻ കേസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഈ ചില സമയത്ത് ഈ സെൽ ഓർഡർ എന്താ പറയാ ഇവിടുന്ന് പോവില്ല നമ്മളെ അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത് പോവാൻ എന്താണ് നമുക്ക് ഒരു അതുകൊണ്ട് ലിക്വിഡിറ്റി ഇഷ്യൂസ് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മൾ July 7th ആണ്. അപ്പൊ ഈ ചൊവ്വാഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ചൊവ്വാഴ്ചയിൽ എക്സ്പയറി മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യാവൂ. അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഇഷ്യൂസ് വന്നേക്കാം. അത് ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്സുകൾ ചെയ്യണ പോലെ തന്നെ നമ്മൾ ലിക്വിഡിറ്റി കുറഞ്ഞ സ്റ്റോക്സുകൾ നമ്മൾ അതിന് വേറെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റ് ഓർഡർ ഇടാതെ ലിമിറ്റ് ഓർഡറിൽ ഇപ്പൊ ബിഡ് ആസ്ക് പ്രൈസ് നോക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് ആ ഒരു പ്രൈസിൽ ഇട്ടിട്ട് ഇട്ടാൽ അത് ബൈ ആയി പോകും. എന്താ പറയാ നമുക്ക് എക്സിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ലേ? എക്സിറ്റ് ആയിട്ട് പോകും. കറക്റ്റ് ലിമിറ്റ് ഓർഡറിന് അവിടെ കാണുന്ന ആസ്ക് പ്രൈസ് ഉണ്ടല്ലോ, ആസ്ക് പ്രൈസിനാണ് നമ്മൾ ഓർഡർ ഇടുന്നുണ്ടെങ്കിൽ വിതിൻ ഒരു 10 or 20 സെക്കൻഡ്സിനുള്ളിൽ അത് എക്സിറ്റ് ആയി പോകും. അങ്ങനെയുള്ള കേസിൽ നമ്മള് ക്ലോസ് എക്സ്പയറിയിൽ ചെയ്യാൻ പറയുന്നത് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ചത്തെ എക്സ്പയറി. അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരും. സ്റ്റോക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, സ്റ്റോക്ക് ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നമ്മൾ ലിക്വിഡിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചില സ്ട്രൈക്കുകളിൽ ലിക്വിഡിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം നമുക്ക് ബൈ ചെയ്യാൻ കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ബൈ ചെയ്ത് സെല് ചെയ്യാൻ സമയത്ത് അപ്പുറത്ത് മേടിക്കാൻ ആളുണ്ടാവണമെന്നില്ല. വളരെ റയർ, പ്രത്യേകിച്ച് അടുത്ത മാസത്തേക്ക്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു ബേസിക്സ് ബിഗിനേഴ്സ് സജഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റോക്കിൽ ചെയ്യുകയാണെങ്കിൽ നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്കുകളിൽ മാത്രം ചെയ്യുക. അതാത് മാസത്തെ എക്സ്പയറിയിൽ ചെയ്യുക. ഇനി ആ മാസത്തെ എക്സ്പയറി ആവണ ദിവസമാണെങ്കിൽ മാത്രം അടുത്ത മാസത്തേക്ക് പോകാവൂ. പിന്നെ നിഫ്റ്റി മാക്സിമം നമ്മൾ ഈ സ്ട്രാറ്റജീസ് ഒക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ നിഫ്റ്റിയിൽ തന്നെ ട്രേഡ് ചെയ്ത് പഠിക്കുക. സ്റ്റോക്സുകളിൽ ലിക്വിഡിറ്റി ഇഷ്യൂ വരും. പ്രത്യേകിച്ച് OTMs ITMs ഒക്കെ ലിക്വിഡിറ്റി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ITMസും OTMസും എത്ര ലിക്വിഡിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ട് മിനിമം ഒരു 1000-ലും മേലെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നമ്മൾ ട്രേഡ് ചെയ്യാവൂ. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുന്നതോറും നമ്മൾ എടുത്ത OTMs വീണ്ടും ഫാർ OTMs ആവാണ്. അപ്പൊ അവിടെ ലിക്വിഡിറ്റി കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്യണം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്സുകളിൽ ശ്രദ്ധിക്കണം. അതെല്ലാം നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയി കാണാൻ പറ്റും.
നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു ക്ലാസ്സുകളിൽ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുക, മുഹമ്മദ് ഒന്ന് ഓർമ്മിപ്പിക്കുക. നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് സ്റ്റോക്സുകളുടെ ലിക്വിഡിറ്റി എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതും, നമ്മൾ എത്ര മിനിമം ലിക്വിഡിറ്റി ഉണ്ടെങ്കിലാണ് ഒരു സ്റ്റോക്കിന്റെ ഓപ്ഷൻസ് നമ്മൾ ഇതുപോലെ ഹെഡ്ജ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണാം. അപ്പൊ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ബുൾ കോൾ സ്പ്രെഡും ബുൾ പുട്ട് സ്പ്രെഡും ഒക്കെ നമുക്ക് ഓപ്ഷൻ നിഫ്റ്റിയിൽ മാത്രമല്ല സ്റ്റോക്സുകളിലും ചെയ്യാം. പക്ഷെ അതൊരിക്കലും ഇൻട്രാഡേ ആയിട്ട് ആരും ചെയ്യാറില്ല. ഒരു സ്വിങ്ങിന്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിക്കണേ. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, GTT ഓർഡർ എന്ന് വെച്ചാൽ എന്താ? GTT ഓർഡർ എന്ന് പറഞ്ഞാൽ ഗുഡ് ട്രിഗേർഡ്. അതായത് നമുക്ക് സ്റ്റോപ്പ് ലോസും ടാർജറ്റും ഒരുമിച്ചിട്ട് വെക്കാം. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ടാർജറ്റ് കട്ടാവും, ടാർജറ്റ് അടിച്ചാൽ സ്റ്റോപ്പ് ലോസ് കട്ടാവും. അത്തരത്തിലുള്ള ഒരു അഡ്വാൻസ്ഡ് ഓർഡറിനെയാണ് GTT ഓർഡർ എന്ന് പറയാം. സാധാരണ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും ലിമിറ്റ് ഓർഡറിലും SLM ഓർഡറിലാണ് ഇടുക. അതിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ മറ്റത് നമ്മളായിട്ട് തന്നെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ വീണ്ടും ചാടിക്കയറി വാങ്ങും. അപ്പൊ അതില്ലാതിരിക്കാനാണ് GTT ഓർഡർ ഇടുന്നത്. അത് എങ്ങനെയാ ചെയ്യാന്നൊന്നും നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വേണമെങ്കിൽ GTT ഓർഡർ എടുത്തൊന്ന് കാണാം. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മൾ SLL ഓർഡർ പഠിച്ചല്ലോ, സ്റ്റോപ്പ് ലോസ് ലിമിറ്റ് ഓർഡർ. അതായത് രണ്ട് പ്രൈസ് ഉണ്ടല്ലോ അതിൽ, ഒരു ട്രിഗർ പ്രൈസും ഒരു പ്രൈസും. അതുപോലെ നമ്മൾ സ്റ്റോപ്പ് ലോസും ടാർജറ്റും അതുപോലെ തന്നെ സെറ്റ് ചെയ്യണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ SLL ഓർഡറിൽ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സ്റ്റോപ്പ് ലോസ് വെക്കുമ്പോഴും ടാർജറ്റ് വെക്കുമ്പോഴും രണ്ട് പ്രൈസ് നമ്മൾ കൊടുക്കണം. ഇനി GTT ഓർഡർ അടിച്ചോളണമെന്ന് നിർബന്ധമില്ല. GTT ഓർഡർ എന്ന് പറയുന്നത് ഒരു ടെമ്പററി സുരക്ഷ മാത്രമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫ്യൂച്ചേഴ്സ് ഒക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് വീണ്ടും സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് വെക്കുകയാണ് ചെയ്യാറ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ അറിയാതെ പെട്ടെന്ന് മാർക്കറ്റ് എങ്ങനെ അതിൽ കൂടെ പോവുകയാണെങ്കിൽ കട്ടാവാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആണ് GTT ഓർഡർ യൂസ് ചെയ്യുന്നത്. GTT ഓർഡർ എപ്പോഴും ഗ്യാരണ്ടീഡ് അല്ല. ഓക്കെ, അതേപോലെ ക്യാൻഡിൽ സ്ട്രെങ്ത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? എന്തിന്റെയാണ് ക്യാൻഡിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്? സാധാരണ നിലയ്ക്ക് ഇപ്പൊ ഇവിടുത്തെ മാർക്കറ്റ് നന്നായിട്ട് റിവേഴ്സ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഏതെങ്കിലും പൊസിഷൻസ് ഇപ്പൊ നമ്മുടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ടുണ്ട്. ഈ ലോ കട്ട് ചെയ്ത് താഴ്ത്തേക്ക് വന്നു. ഇനി വീണ്ടും ഒരു 78%ലേക്ക് തിരിച്ചു വരാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. അപ്പൊ ഏകദേശം ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈ തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ നമുക്ക് സെൽ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കാൻഡിലിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ബേസിക്കലി കാൻഡിൽ സ്റ്റിക് പാറ്റേൺസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ മറബസു എന്ന് പറയുന്ന ഒരു കാൻഡിൽ ഉണ്ട്. അതായത് മുകളിൽ വിക്ക് ഇല്ലാത്ത ബുള്ളിഷ് കാൻഡിൽ, ഗ്രീൻ കാൻഡിൽ. അപ്പൊ മുകളിൽ വിക്ക് വളരെ കുറവാണെങ്കിൽ അത് ജനറലി സ്ട്രെങ്ത്തിന്റെ പര്യായമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കാൻഡിലിന്റെ ബോഡി ഒരു ആവറേജ് കാൻഡിലിനേക്കാളും വലിയ കാൻഡിലായിരിക്കണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് നോക്കാറ്. അതുപോലെ തന്നെ വോളിയം എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ നോർമൽ ഉള്ളേക്കാളും കുറച്ചും കൂടി കൂടുതൽ വോളിയം ഉണ്ടെങ്കിൽ ബെറ്റർ. അപ്പൊ സാധാരണ നിലയ്ക്ക് ഇതൊക്കെ സ്റ്റോക്സുകളിൽ സ്വിംഗ് ട്രേഡിങ്ങിന് ബ്രേക്ക് ഔട്ടിലൊക്കെയാണ് കൂടുതലും നോക്കാറ്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് റെസിസ്റ്റൻസ് എടുത്ത ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാൻഡിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. ആ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന കാൻഡിൽ കഴിഞ്ഞ ഒരു 10-20 കാൻഡിൽസിലെ വലിയൊരു കാൻഡിലാണെങ്കിൽ ആവറേജ് വോളിയത്തിനേക്കാളും 3-4 ഇരട്ടി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മുകളിൽ തീരെ വിക്കില്ലാത്ത കാൻഡിൽ ഉണ്ടെങ്കിൽ, ഈ 3 ക്രൈറ്റീരിയാസ് ആണ് ഒരു ട്രെൻഡിന്റെ ഒരു കാൻഡിലിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് ഈ 3 കൂടി കിട്ടാറില്ല. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും 2 എണ്ണെങ്കിലും വേണം എന്നുള്ളത് ഫോക്കസ് ചെയ്യാം. അതായത് ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് കഴിഞ്ഞ കാൻഡിൽസിനേക്കാളും വലിയൊരു കാൻഡിലും ആയിരിക്കണം, സാധാരണയുള്ളേക്കാളും 3 ഇരട്ടി വോളിയം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ മുകളിൽ ഒട്ടും വിക്കില്ലാത്ത കാൻഡിലായിരിക്കണം, സാധാരണ ഉള്ളേക്കാളും 3 ഇരട്ടി വോളിയം ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ബിഗ് കാൻഡിലായിരിക്കണം, മർബസോ ആയിരിക്കണം. അതായത് വലിയ കാൻഡിലും ആയിരിക്കണം, മുകളിൽ വിക്ക് ഉണ്ടാവാനും പാടില്ല. അപ്പൊ അതിനെ നമ്മൾ BMV പാറ്റേൺ എന്ന് മനസ്സിലോർത്ത് വെക്കാം. ബിഗ് കാൻഡിൽ, മർബസോ കാൻഡിൽ, വോളിയം കാൻഡിൽ. അപ്പൊ ഈ 3 ക്രൈറ്റീരിയാസ് ആണ് ഒരു കാൻഡിലിന്റെ സ്ട്രെങ്ത് തീരുമാനിക്കുന്നത്. സാർ ഈ ഫിബ് ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാമോ? ഫിബ് ലെവൽസ് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു സെക്ഷനിൽ കാണാം. നമ്മൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 2-3 സെക്ഷൻസിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ടൈം എടുക്കുന്ന ഒരു ടോപ്പിക് ആണത്. ഫിബ് എങ്ങനെ വരയ്ക്കാം, അതിന്റെ ടൂൾ എങ്ങനെ പ്രോപ്പർ ആയിട്ട് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ടെംപ്ലേറ്റിൽ ആഡ് ചെയ്യുന്ന എന്തോ സെറ്റപ്പ് അല്ലേ? എന്തോ ഫിബ് ലെവൽസ് ടെംപ്ലേറ്റിൽ ആഡ് ചെയ്യുന്ന എന്തോ ഒരു ഫിബ് ലെവലിന്റെ ടെംപ്ലേറ്റ് എടുത്തിട്ട് പ്രോപ്പർ ആയിട്ട് നമ്മളൊന്ന് കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഓക്കെ, നമുക്ക് വ്യാഴാഴ്ച ഒന്ന് ഓർമ്മിപ്പിക്കാം. അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും ഈ ഫിബ് ലെവൽ എങ്ങനെയാണ് അളക്കുക എന്നുള്ളതും ആ ടെംപ്ലേറ്റ് കസ്റ്റമൈസ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം.
ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ അത് അബ്രപ്റ്റ് ആയിട്ട് അത് കട്ടായി പോയി, സോറി. അപ്പൊ നമുക്ക് ഈ ഒരു റെക്കോർഡിംഗ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. കഴിഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോയി നോക്കാം. അടുത്ത ക്ലാസ്സിലേക്കുള്ള ഡൗട്ട്സുകൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് കുറിച്ചിടുക. നമ്മൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടോ എന്ന് ആദ്യം ചോദിക്കുമ്പോൾ തന്നെ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ വ്യാഴാഴ്ച കാണാം.